ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുദേവ തൃപ്പാദങ്ങൾ രചിച്ച ദർശനമാലയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദർശനമാലയിലെ അവസാനത്തെ അധ്യായമായ നിർവാണ ദർശനത്തിൽ ഗുരുദേവൻ 4 പ്രകാരത്തിലുള്ള ജീവൻ മുക്തന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മവിത്ത്, ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരീയാൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്നിങ്ങനെയാണ് 4 പ്രകാരത്തിലുള്ള ജീവൻ മുക്തന്മാർ. ഇതിൽ ബ്രഹ്മവിത്തിന്റെയും ബ്രഹ്മവിദ് വരന്റെയും ലക്ഷണങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇനി ഈ ജീവൻ മുക്തന്മാരെ അവരുടെ ലക്ഷണങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അവസാനത്തെ 3 ജീവൻ മുക്തന്മാർ, വരൻ, വരീയാൻ, വരിഷ്ഠൻ, ഈ 3 ജീവൻ മുക്ത സ്ഥിതിയും സാധകനിൽ നിന്ന് ക്രമേണ സിദ്ധപദവിയിലേക്ക്, ജീവൻ മുക്ത ഭാവത്തിലേക്ക് ഉയർന്നിരിക്കുന്ന അവസ്ഥയാണെന്ന് കാണാൻ കഴിയും. ഒരു സാധാരണ സാധകൻ അദ്ദേഹത്തിന്റെ പ്രയത്നം, തപസ്, വിചാരം, ചിന്ത, ഇതിലൂടെ ക്രമേണ മുന്നോട്ട് പോയി ഒടുവിൽ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന ജീവൻ മുക്ത ഭാവത്തെ കൈവരിച്ചു. അങ്ങനെയാണ് ഈ 4 ജീവൻ മുക്തന്മാരിൽ അവസാനത്തെ 3 ജീവൻ മുക്തന്മാരുടെയും സ്ഥിതിയെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ 3 ജീവൻ മുക്തന്മാരും നൈഷ്കർമ്മ്യ സ്ഥിതിയിലേക്കും ഉയർന്നവരാണ്. നൈഷ്കർമ്മ്യ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളിൽ നിന്നും പരിപൂർണമായി മുക്തമായ അവസ്ഥ. ജീവൻ മുക്തനെ സംബന്ധിച്ച്, ഈ പറഞ്ഞ ജീവൻ മുക്തന്മാരെ സംബന്ധിച്ച് അവരിൽ യാതൊരു കർമ്മവും തന്നെ വിഹിതമായോ നിഷേധമായോ ചെയ്യാനില്ല. വിധി നിഷേധങ്ങൾ അവരെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. വിധി നിഷേധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, കുളിക്കണം, ഈശ്വരാരാധന ചെയ്യണം തുടങ്ങിയ വിധികളോ, അല്ലെങ്കിൽ സൂര്യോദയത്തിന് ശേഷം എപ്പോഴെങ്കിലും എഴുന്നേറ്റാൽ മതി, എന്തെങ്കിലും കഴിച്ചാൽ മതി, എന്തെങ്കിലും ധരിച്ചാൽ മതി എന്നുള്ള നിഷേധ കർമ്മങ്ങളോ, ഈ 2 കർമ്മങ്ങളാലും അവർ ബന്ധിതരല്ല. ഒരു വിധിയും ഒരു നിഷേധവും അവരെ ബാധിക്കുന്നില്ല. ഒരു നിയമത്തിനും അവരെ തളയ്ക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഈ 3 ജീവൻ മുക്തന്മാരിൽ നമ്മൾ കാണുന്ന മറ്റൊരു വിശേഷത എന്ന് പറയുന്നത്, പ്രാരബ്ധം ശേഷിക്കുന്നത് വരെ ശരീരത്തിൽ നിലനിൽക്കുന്നു. പ്രാരബ്ധം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് പ്രാരബ്ധവശാൽ ശരീരം എന്നാണോ പതിക്കേണ്ടത് ആ കാലഘട്ടം വരെ മാത്രം ശരീരസ്ഥനായിട്ട് കാണപ്പെടുന്നു. ബ്രഹ്മവിദ്വരൻ എന്ന് പറയുന്ന ജീവൻ മുക്തൻ, അദ്ദേഹം ദേഹയാത്രയ്ക്ക് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. പ്രാരബ്ധവശാൽ ഈ ശരീരം ഒരു നാളിൽ പതിക്കും. അതുവരെ ശരീരത്തിന്റെ നിർവഹണാർത്ഥം, ശരീരത്തെ ചെറുതായ രീതിയിലെങ്കിലും സംരക്ഷിക്കുവാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മറ്റൊരു കർമ്മവും ചെയ്യാതെ പൂർണ്ണമായിട്ടും ലോകയാത്രയെ, ദേഹയാത്രയെ അവനോ ചരതി എന്ന് പഠിച്ചു. ഈ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു, ദേഹയാത്ര, ശരീര നിർവഹണത്തിന് വേണ്ടി. ഈ ബ്രഹ്മവിത്ത് വരിയാനാകട്ടെ മറ്റുള്ളവരാൽ ബോധിപ്പിച്ചാൽ, മറ്റുള്ളവർ തട്ടി വിളിച്ചാൽ, ഉണർത്തിയാൽ മാത്രം ഈ ബാഹ്യ പ്രജ്ഞയിലേക്ക് ഉണരും, ഈ ബാഹ്യ ലോകത്തിന്റെ ബോധത്തിലേക്ക് ഉണരും. അല്ലാതെ ഒരു തരത്തിലും
ബാഹ്യലോകത്തിന്റെ പ്രജ്ഞയിലേക്ക് ഉണരുന്നില്ല, പൂർണ്ണമായും സമാധി ഭാവത്തിൽ മുഴുകിയിരിക്കുന്നു. ആരെങ്കിലും തട്ടി വിളിച്ചാൽ എന്തെങ്കിലും അന്നപാനീയങ്ങൾ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ മാത്രം സ്വീകരിക്കും. ഈ വരിഷ്ഠൻ എന്ന് പറയുന്നത് ആര് തട്ടി വിളിച്ചാലും ആരാലും ഉണർത്തപ്പെടുന്നില്ല. അവർ പരിപൂർണമായിട്ടും എല്ലാ തരത്തിലുള്ള ബാഹ്യ ബോധത്തിൽ നിന്നും പൂർണ്ണമായി മാറി ആന്തരികമായ സമാധി ഭാവത്തിൽ മാത്രം മുഴുകിക്കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് 3 പേർക്കും യാതൊരു വിധത്തിലുള്ള കർമ്മങ്ങളില്ല, നൈഷ്കർമ്മ്യ സ്ഥിതിയിലേക്ക് ഉയർന്നവരാണ്. ഇനി ഈ 3 ജീവൻ മുക്തന്മാരുടെ മറ്റൊരു പൊതുവായ വിശേഷതയെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇവരെല്ലാവരും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സാധകൻ, നമ്മളെപ്പോലുള്ള സാധാരണ ഒരു സാധകൻ എന്ന രീതിയിൽ നിന്ന് തീക്ഷ്ണമായ തീവ്രമായ മറ്റെല്ലാറ്റിനെയും ഒഴിവാക്കിക്കൊണ്ടുള്ള തപസ്സിൽ മാത്രം മുഴുകിയിരിക്കുന്ന ആളുകളാണ്. ഈ വരൻ, വരിയാൻ, വരിഷ്ഠൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൃണ് എന്നുള്ള ധാതുണ്ട് സംസ്കൃതത്തിൽ. വൃണ് എന്ന് പറഞ്ഞാൽ വരിക്കുക. വരിക്കുക എന്താണ് നമ്മൾ ഭക്തി ദർശനത്തിൽ പഠിച്ചിട്ടുണ്ട്. വരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാറ്റിനെയും ഉപേക്ഷിച്ച് പൂർണ്ണമായും അതിനെ മാത്രം സ്വീകരിക്കുക, അതാണ് വരിക്കുക. പരിപൂർണമായിട്ടും എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് കേവലം ഉയർന്ന ഒരു ആധ്യാത്മിക ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ജീവിതം സമ്പൂർണമായും സമർപ്പിച്ചപ്പോൾ അവിടെ മറ്റൊരു കർമ്മവും തന്നെ ഇല്ല. ചില ആളുകൾ ആധ്യാത്മിക ലക്ഷ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു, പക്ഷെ എങ്കിലും അവർ ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കർമ്മങ്ങൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും, ഏതെങ്കിലും ആശ്രമത്തിലോ സ്ഥാപനങ്ങളിലോ പ്രവർത്തിച്ചുകൊണ്ട്. പക്ഷെ ഈ പറഞ്ഞ ജീവൻ മുക്തന്മാരെ സംബന്ധിച്ച് അവരിൽ യാതൊരു പ്രകാരത്തിലുള്ള കർമ്മവും പരിപൂർണമായും ആ ഒരു ലക്ഷ്യത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം അർപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെല്ലാവരും ജീവൻ മുക്തന്മാരാണെങ്കിൽ കൂടിയും അവരുടെ ഒരു പ്രാഥമിക സ്ഥിതി എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. അപ്പൊ അവരുടെ ശരീരമെല്ലാം ഉത്പന്നമായത് അവിദ്യാകൃതമാണ്. അവിദ്യയിലൂടെയാണ് ശരീരം ഉത്പന്നമായത്. അവിദ്യയിലൂടെ ഉത്പന്നമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആധ്യാത്മികമായ വലിയൊരു ലക്ഷ്യത്തെ നേടിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ 3 ജീവൻ മുക്ത മഹാപുരുഷന്മാരുടെ പൊതുവായ വിശേഷതകൾ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച കാര്യം, ഗുരുദേവ തൃപ്പാദങ്ങളെ ആചാര്യന്മാർ, നമ്മുടെ സമ്പ്രദായത്തിലെ ആചാര്യന്മാര് ബ്രഹ്മവിത്തായിട്ട് മാനിക്കുന്നു. ബ്രഹ്മവിത്ത് വരൻ, ബ്രഹ്മവിത്ത് വരിയാൻ, വരിഷ്ഠൻ, ഇങ്ങനെയുള്ള നൈഷ്കർമ്മ്യ ജീവൻ മുക്തന്മാരുടെ ശ്രേണിയിൽ ഗുരുവിനെ കാണാറില്ല. നമ്മുടെ സമ്പ്രദായത്തിൽ ആചാര്യന്മാർ ഗുരുവിനെ ബ്രഹ്മവിത്ത് വരൻ എന്നാണ് മാനിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ഗുരുദേവൻ ഒരിക്കലും നൈഷ്കർമ്മ്യ ഭാവത്തിലേക്ക് പോയിട്ടില്ല. ഈ ലോകത്തെ കാണാതിരുന്നില്ല. കഷ്ടം ദീനം പിടിച്ചോ മധുരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക്, ഈ ലോകരെ ജനങ്ങളെയാണ് ഗുരു കണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു ബ്രഹ്മവിത്തിന്റെ ലക്ഷണം എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബ്രഹ്മവിത്തിന്റെ ലക്ഷണം ജഗതാം ഹിതം ഉദ്ദിശ്യ വിധിവത് കർമ്മ കരോതി എന്നാണ്. ഈ ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വിധിവത്തായ കർമ്മം ചെയ്യുന്നു. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിത എന്ന് പറഞ്ഞു. അടുവാകുന്ന അഗ്നിയിൽ എല്ലാ പ്രകാരത്തിലുമുള്ള വാസനകളെയും കർമ്മസഞ്ചയങ്ങളെയും കർമ്മവാസനകളെയും എല്ലാ പ്രകാരത്തിലുമുള്ള വാസനാ സംസ്കാരങ്ങളെയും പൂർണ്ണമായും ഭസ്മീകരിച്ചുകൊണ്ട്, സർവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം. സർവം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒന്നും അവശേഷിക്കുന്നില്ല. ഏതെങ്കിലും ഒന്നിനെ മൈനസ് ചെയ്തിട്ടല്ല ബാക്കിയുള്ള എല്ലാത്തിനെയും ഭസ്മീകരിച്ചത്. എല്ലാറ്റിനെയും പരിപൂർണമായും ഭസ്മീകരിച്ചു. അതിനുശേഷം എന്തു ചെയ്തു? ജഗതാം ഹിതം ഉദ്ദിശ്യ വിധിവത് കർമ്മ കരുതി. ഈ ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിത, ബ്രഹ്മത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മവിത്ത്. അപ്പൊ ഇവിടെ ജഗതാം ഹിതം ഉദ്ദിശ്യ എന്ന ആശയത്തെ നമ്മൾ ഒരുപാട് മനനം ചെയ്തതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കാം. ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിന്റെ ഹിതത്തെ ആഗ്രഹിക്കുന്നു, കുടുംബത്തിന്റെ ഹിതത്തെ ഉദ്ദേശിക്കുന്നു എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ വ്യക്തി കുടുംബനാഥനാണെന്ന് മനസ്സിലാക്കാം. കുടുംബനാഥനായ ഒരാൾക്ക് മാത്രമേ കുടുംബത്തിന്റെ ഹിതത്തെ ഉദ്ദേശിക്കാൻ സാധിക്കൂ. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഉണ്ട്. ആ കുഞ്ഞുങ്ങൾ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ
അവർ സ്വയം പര്യാപ്തതയിലേക്ക് ഉയരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ, അച്ഛന്റെയും അമ്മയുടെയും തണലിൽ കഴിയുന്ന കാലഘട്ടത്തിൽ അവർ വീടിന്റെ ഹിതത്തെ വലിയ രീതിയിൽ ഉദ്ദേശിക്കുന്നില്ല. അവർ കളിച്ച് ചിരിച്ച് ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉല്ലസിക്കുന്നു. പക്ഷെ മാതാപിതാക്കൾ, വിശേഷിച്ച് ആരാണോ രക്ഷകർത്താവ്, ആ കുടുംബത്തെ പരിപാലിക്കുന്ന കുടുംബനാഥൻ, ആ കുടുംബനാഥൻ ആ വീടിന്റെ ഹിതത്തെ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയും അതേപോലെ കുഞ്ഞുങ്ങളും അവർ ഉല്ലാസവാന്മാരായി കഴിയുന്ന സമയത്തും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ വീടിനെ, ഈ കുടുംബത്തെ എങ്ങനെ ഉയർച്ചയിലേക്ക് എത്തിക്കാം എന്ന ഹിതമാണുള്ളത്. അതുകൊണ്ട് കുടുംബത്തിന്റെ ഹിതത്തെ ഉദ്ദേശിക്കുന്ന ഒരാളെ നമ്മൾ കുടുംബനാഥൻ എന്ന് പറയും. ഒരു കുടുംബനാഥൻ, ഒരു സാധാരണ കുടുംബസ്ഥൻ, ഗൃഹസ്ഥൻ, ഒരു ഗ്രാമത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെയോ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സംസ്ഥാനത്തിന്റെയോ ഹിതത്തെ ഉദ്ദേശിക്കണമെന്നില്ല. സംസ്ഥാനത്തോട് യാതൊരു പ്രകാരത്തിലുള്ള ദ്രോഹം ചെയ്യുന്നില്ല. പക്ഷെ സംസ്ഥാനത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കർമ്മം, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിശേഷമായ കർമ്മം ഇയാളിൽ കാണുന്നില്ല. അയാൾ ഗ്രാമത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നു. പക്ഷെ ആ ഗ്രാമത്തെ ഏറ്റവും അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണം, ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉയർത്തണം എന്ന ഗ്രാമഹിതത്തെ ഉദ്ദേശിച്ചുള്ള കർമ്മം വരുന്നില്ല. ആ കർമ്മം ആരിൽ നിന്നാണ് വരുന്നത്? ആ കർമ്മം വരുന്നത് ആ ഗ്രാമത്തിന്റെ ഭരണാധികാരിയാണ്. ആ ഗ്രാമത്തിന്റെ ഭരണ തലവനിൽ നിന്നാണ് ആ കർമ്മം വരുന്നത്. നമ്മളങ്ങനെ ക്രമേണ മേൽപോട്ട് ചിന്തിക്കുക. ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്ത്, ഈ ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യത്ത് നമ്മളെല്ലാവരും ജീവിക്കുന്നു. നമ്മളെല്ലാവരും ഈ രാജ്യത്തിന്റെ ഉത്കൃഷ്ടതയെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഒരു കുടുംബനാഥൻ തന്റെ കുടുംബത്തിന്റെ ഹിതത്തെ ആഗ്രഹിച്ചുകൊണ്ട് പ്രയത്നിക്കുന്നത് ആ കുടുംബത്തെ ഉയർത്താൻ വേണ്ടി? അതേപോലെ ഈ രാഷ്ട്രത്തെ ഉയർത്താൻ വേണ്ടി, ഈ രാഷ്ട്രത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നത് ആരാണ്? രാഷ്ട്ര തലവന്മാരാണ്. അവരുടെ മനസ്സിലാണ് ഈ രാഷ്ട്രത്തെ, തന്റെ ഭരണകാലത്ത് ഈ രാഷ്ട്രത്തെ ഏറ്റവും ഉയർന്ന വൈഭവത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്തയും ആ ചിന്തയ്ക്ക് അനുസൃതമായിട്ടുള്ള കർമ്മവും ഉണ്ടാകുന്നത് രാഷ്ട്ര തലവന്മാരിൽ നിന്നാണ്. ഇനി വീണ്ടും മേൽപോട്ട് ചിന്തിക്കൂ, ക്രമമായിട്ട് ചിന്തിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? ഈ ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുവാൻ ആർക്കാണ് സാധിക്കുന്നത്? കേവലം ജഗത് സഞ്ചാലകനായ, ജഗത് പരിപാലകനായ, കർത്തും അകർത്തും അന്യതാകർത്തും ശക്തിയുള്ള സാക്ഷാൽ ജഗദീശ്വരന് മാത്രമേ ഈ ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിക്കാൻ കഴിയും. അല്ലാതെ ഒരാൾക്കും ഉദ്ദേശിക്കാൻ കഴിയില്ല. നമുക്ക് പറയാം, ഞാൻ ഈ ലോകത്തിന്റെ നന്മയെ കരുതി കർമ്മം ചെയ്യുന്നു. ഈ ലോകത്തിന്റെ നന്മയെ നമ്മൾ കരുതണമെങ്കിൽ ഈ ലോകത്തെ മുഴുവനായി നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അറിവിന്റെ പരിധിയിൽ കൊണ്ടുവരണ്ടേ? നമ്മളൊരു സ്ഥലത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ നന്മയെ നമ്മൾ കരുതി കർമ്മം ചെയ്തു എന്ന് പറയുന്നു. ആ പ്രദേശത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നാണെങ്കിലോ? അപ്പോ ഈ സമ്പൂർണമായ ബ്രഹ്മാണ്ടം, അണ്ഡകടാഹം, ഈ ബ്രഹ്മാണ്ടത്തിന്റെ വളരെ ചെറിയ ഒരു ജ്ഞാനം മാത്രമേ നമുക്കുള്ളൂ. സമ്പൂർണമായ രീതിയിൽ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അതിന് ഈ കാണപ്പെടുന്ന മുഴുവൻ ജഗത്തിനെയും അറിയുന്ന, ഈ ജഗത്തിന്റെ ഓരോ പൾസിനെയും അറിയുന്നത് ആരാണ്? സാക്ഷാൽ ജഗദീശ്വരൻ മാത്രമാണ്. ആ ജഗദീശ്വരനാണ് ധർമ്മത്തിലൂടെ, ധർമ്മ പുനഃസംസ്ഥാപനത്തിലൂടെ, ധർമ്മത്തിന്റെ സ്ഥാപനയിലൂടെ ഈ ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വരന്റെ പ്രതിപുരുഷൻ തന്നെയായിരിക്കും കർമ്മം ചെയ്യുന്നത്. ഈശ്വരന്റെ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശിവലിംഗദാസ് സ്വാമികളുടെ ആ ഒരു അനുഭവ വാക്യമുണ്ട്, ബ്രഹ്മണി മൂർത്തിമതി എന്നുള്ളത്. ബ്രഹ്മം എന്നുള്ളത് നമുക്ക് ആർക്കും കാണുവാൻ കഴിയില്ല. കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ അറിയാൻ കഴിയാത്ത ബോധശക്തിയാണ് ബ്രഹ്മം. പക്ഷെ നമുക്കറിയാൻ കഴിയാത്ത ആ ബോധശക്തി ഒരു മൂർത്ത ഭാവത്തിൽ അവതരിക്കുന്നു. മൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂർത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന ഒന്നിനെയാണ് മൂർത്തം എന്ന് പറയുന്നത്. ഇപ്പോ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ നമ്മൾ മൂർത്തി എന്ന് പറയുന്നു. മൂർത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത്. അപ്പൊ നമുക്കറിയാൻ കഴിയാത്ത ഈശ്വരൻ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു മൂർത്ത ഭാവത്തിലേക്ക് അവതരിക്കുന്നു. എന്തിനുകൊണ്ട്? എന്തിനു വേണ്ടി? കാരണം ഈ ലോകത്തെ നിലനിർത്തുന്നത്, നമ്മളെല്ലാവരും ഇവിടെ ശാന്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും ശാന്തമായിരിക്കുന്നത്, സ്വസ്ഥമായിരിക്കുന്നത് ഇവിടെ ധർമ്മം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ധർമ്മ വ്യവസ്ഥിതി ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും, നമ്മൾ എത്ര വലിയ വിദ്യാസമ്പന്നരായാലും, നമ്മുടെ അടുത്ത് എത്ര ധനമുണ്ടെങ്കിലും, ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പ്രപഞ്ചത്തിൽ ഇവിടെ ധർമ്മ വ്യവസ്ഥിതി ഇല്ലെങ്കിൽ നമുക്കാർക്കും സമാധാനപൂർണ്ണമായിട്ട് ഇരിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് ഏതേത് കാലത്ത് ധർമ്മത്തിന് എന്തെങ്കിലും ഒരു ലോപം വരുന്നുവോ, ഒരു ഹാനി വരുന്നുവോ, അതാത് കാലത്ത് ധർമ്മത്തെ പുനഃസംസ്ഥാപനം ചെയ്യുവാൻ വേണ്ടി ആ ധർമ്മത്തിന്റെ നിയാമകനായ ധർമ്മസ്യ പ്രഭുരച്യുത എന്ന് പറയുന്നു. ധർമ്മത്തിന്റെ പ്രഭു ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ ഭഗവാന് മാത്രമേ ധർമ്മത്തെ മെയിൻറ്റെയിൻസ് ചെയ്യാൻ സാധിക്കൂ, വേറെ ആർക്കും സാധിക്കില്ല. അപ്പൊ ആ ഈശ്വരൻ തന്നെ ധർമ്മ പുനഃസംസ്ഥാപനാർത്ഥം അതാത് കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെയോ മറ്റോ രൂപത്തിലും ഭാവത്തിലും ഇവിടെ അവതരിക്കുന്നു, മൂർത്തഭാവം കൈകൊള്ളും. ആ ഈശ്വരൻ അങ്ങനെ ഒരു ശരീരത്തെ ധാരണ ചെയ്യുന്നത്, ആ ശരീരം എന്ന് പറയുന്നത് അവിദ്യാകൃതമായ ശരീരമല്ല, അവിദ്യയാൽ ഉത്പന്നമായ ശരീരമല്ല, മറിച്ച് സമഷ്ടി പ്രാരബ്ധത്താൽ ഈശ്വരൻ ഒരു ശരീരത്തെ ധാരണ ചെയ്യുകയാണ്. സമഷ്ടി പ്രാരബ്ധം എന്താണെന്ന് നമ്മൾ പലതവണ ചിന്തിച്ചതാണ്. ഒരു സമൂഹത്തിന്റെ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വ്യക്തിക്ക് ഒരു പ്രാരബ്ധ കർമ്മം വരുന്നത്, അതേപോലെ ഒരു സമൂഹത്തിലും വലിയ രീതിയിൽ പ്രാരബ്ധ കർമ്മം വന്നു ചേരും. അനേകായിരങ്ങളുടെ ഉൾവിളി, തപ്തമായ വിളി, ഞങ്ങളെ ഈ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന അനേകായിരങ്ങളുടെ തീവ്രമായ ഒരു ഉൾവിളിയുണ്ട്. ആ ഉൾവിളിയുടെ ഫലമായി അവിടെ ഒരു സമഷ്ടി പ്രാരബ്ധ ഹേതുവായിട്ട്, സമഷ്ടി പ്രാരബ്ധം ഹേതുവായിട്ട് ഒരു ഈശ്വര ശരീരം ഉത്പന്നമാകുകയാണ്. ആ ഈശ്വര ശരീരം ഉത്പന്നമാകുന്നത് നമ്മളൊരു മായാജാലം പോലെ പെട്ടെന്ന് ആവിർഭവിക്കുന്നതല്ല, മറിച്ച് ഒരു അച്ഛന്റെയും അമ്മയുടെയും കുഞ്ഞായിട്ട് തന്നെ ജനിക്കുന്നു. ഈ ലോകമര്യാദകളെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ടാണ് വിധിവത് കർമ്മ കരോതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മവിത്തിന്റെ ലക്ഷണം എന്താണ്? ഒരു അത്ഭുതങ്ങൾ കാണിക്കുന്ന മായാവിയായിട്ടാണോ ബ്രഹ്മവിത്തിനെ പറഞ്ഞിരിക്കുന്നത്? വിധിവത് കർമ്മ കരോതി, വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. നമുക്ക് വിധിവത് എന്ന് പറഞ്ഞ ഈ വത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് വിധിവത്ത് എന്നുള്ള ഒറ്റ വാക്കാണ്. ഇനി വത്ത് എന്ന് പറഞ്ഞാൽ വിധിപ്രകാരമുള്ളത് പോലെ എന്ന് മനസ്സിലാക്കണം. ഈ പോലെ എന്ന് പറഞ്ഞാൽ വിധിപ്രകാരമുള്ളത് പോലെ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്യും ബ്രഹ്മവിത്തായ ഒരു മഹാപുരുഷൻ. അപ്പൊ പറഞ്ഞു വന്നിരിക്കുന്നത് ബ്രഹ്മവിത്തിന്റെ ശരീരം എന്നുള്ളത് അവിദ്യാകൃതമായ ശരീരമല്ല, അവിദ്യയാൽ ഉത്പന്നമായ ശരീരമല്ല. മറ്റു മൂന്ന് ജീവൻ മുക്തന്മാരും അവിദ്യാകൃതമായ ശരീരമാണ്. ആ ശരീരത്തിലൂടെ അവർ ക്രമേണ മേൽപോട്ട് ഉയർന്ന് ജീവൻ മുക്ത ഭാവത്തെ കൈവരിച്ചു. അവരിൽ യാതൊരു കർമ്മങ്ങളുമില്ല. പ്രാരബ്ധം അവസാനിക്കുമ്പോൾ ശരീരം പതിക്കും, പിന്നീട് ഒരു പുനരാഗമനമില്ല. പക്ഷേ ബ്രഹ്മവിത്ത് വിശേഷമായൊരു കർമ്മത്തെ, ധർമ്മ പുനഃസംസ്ഥാപനത്തെ ചെയ്യുവാൻ വേണ്ടി അവതീർണനായ മഹാനുഭാവനാണ്, മഹാപുരുഷനാണ്, മഹാത്മാവാണ്. അതുകൊണ്ട് ബ്രഹ്മവിത്ത് വിധിവത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൽ മാനുഷികമായ ഭാവങ്ങളെ കണ്ടേക്കാം. ഒരു ഗുരുകുലത്തിൽ പോയി പഠിക്കുന്നു, അതേപോലെ മാനുഷികങ്ങളായ സുഖദുഃഖങ്ങളെ അദ്ദേഹത്തിൽ കണ്ടേക്കാം. പക്ഷെ ഇതൊന്നും തന്നെ എന്താണ്? അദ്ദേഹത്തിന്റെ ആ മഹനീയതയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ബ്രഹ്മവിത്തിന്റെ ബാഹ്യമായ ലക്ഷണങ്ങളെ വെച്ചുകൊണ്ട് അത് കേവലം ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ വിലയിരുത്താൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പരാമർശിച്ചിരുന്നു. സാധാരണ നമ്മൾ കേൾക്കുന്ന കാര്യം ഗുരുദേവനെ കുറിച്ച്, നാണുവായി, നാണു ഗുരുവായി, പിന്നെ ശ്രീനാരായണനായി, ശ്രീനാരായണ ഗുരുദേവനായി, ഗുരുസ്വാമിയെ തൃപ്പാദങ്ങൾ, എങ്ങനെ ക്രമേണ ഗുരുദേവൻ ആധ്യാത്മിക ഉത്കൃഷ്ടതയെ പ്രാപിച്ചു എന്ന് കേൾക്കാറുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ, ഗുരുദേവൻ അങ്ങനെ ക്രമേണ ക്രമമുക്തിയെ നേടിയ ഒരാളെന്നല്ല, മറിച്ച് ജാതസിദ്ധൻ തന്നെയാണ്. ജാതസിദ്ധൻ എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് തന്നെ സിദ്ധ പദവിയിലേക്ക് ഉയർന്ന, ജന്മം കൊണ്ട് തന്നെ വിശേഷമായ കാര്യത്തെ ചെയ്യുവാൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന ആളാണ്. ഇത് ഗുരുവിന്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്. ഗുരുവിന്റെ അച്ഛന്റെ അനിയനോട്, പേര് മറന്നു എനിക്ക്, മാടനാശാന്റെ ഒരു അനിയനുണ്ട്. അതായത് ഗുരുവിന്റെ ബാല്യകാല ലീലകൾ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ബാല്യകാലത്തെ ഗുരു ആ ഒരു സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും ഉച്ചനീചത്വങ്ങളെയും അതിശക്തമായി യുക്തിപരമായി ഖണ്ഡിക്കുന്ന ഒരു പ്രവണത ബാല്യകാലത്തെ ഗുരുവിൽ കാണുവാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഗുരുദേവ തൃപ്പാദങ്ങൾ ക്രമമായി ആധ്യാത്മികമായ അനുഭൂതിയെ സാക്ഷാത്കരിച്ച, ജീവൻ മുക്ത ഭാവത്തെ കൈവരിച്ച ബ്രഹ്മവിത്ത് വരനോ വരിയാനോ വരിഷ്ഠനോ അല്ല, മറിച്ച് ബ്രഹ്മവിത്താണെന്ന് തന്നെ നമ്മുടെ സമ്പ്രദായത്തിലുള്ള പൂർവിക ആചാര്യന്മാർ എല്ലാവരും പറയുന്നു. അതുകൊണ്ട് ഇപ്രകാരം ഈ 4 ജീവൻ മുക്തന്മാരുടെയും ഒരു ഭേദം ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രം, ആത്യന്തികമായിട്ട് ജീവൻ മുക്തന്മാരിൽ ഭേദങ്ങളില്ല എന്ന് നമ്മൾ ഈ അധ്യായത്തിന്റെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രം ഇപ്രകാരം നമ്മൾ ജീവൻ മുക്തന്മാരിൽ ചില
ഭേദങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ബ്രഹ്മവിത്തിന്റെയും ലക്ഷണം പഠിച്ചു, ബ്രഹ്മവിത്ത് വരന്റെയും ലക്ഷണം പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ബ്രഹ്മവിത്ത് വരിയാന്റെ ലക്ഷണമാണ്. അത് ശ്ലോകം 7 ബ്രഹ്മവിത്ത് വരിയാന്റെ ലക്ഷണത്തെ ഗുരു പറഞ്ഞിരിക്കുന്നത്. അന്യേന വേദിതോ വേത്തി, അന്യേന വേദിതോ വേത്തി ന വേത്തി സ്വയമേവ യഃ സവരീയാൻ സദാ ബ്രഹ്മനിർവാണമയമശ്നുതേ. ഒന്നുകൂടെ വായിക്കാം. അന്യേന വേദിതോ വേത്തി ന വേത്തി സ്വയമേവ യഃ സവരീയാൻ സദാ ബ്രഹ്മനിർവാണമയമശ്നുതേ. അന്യേന വേദിതഃ വേത്തി ന വേത്തി സ്വയമേവ യഃ സവരീയാൻ സദാ ബ്രഹ്മനിർവാണമയം അശ്നുതേ. അന്വയാർത്ഥം: യഃ അന്യേന വേദിതഃ വേത്തി. ജീവൻ മുക്തന്റെ ബ്രഹ്മവിത്ത് വരിയാനായിരിക്കുന്ന ജീവൻ മുക്തന്റെ ആദ്യത്തെ ലക്ഷണമാണ് അന്യേന വേദിതഃ വേത്തി. അന്യേന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ അറിയപ്പെട്ട് അറിയുന്നു. അദ്ദേഹം സ്വയം ഒന്നും അറിയുന്നില്ല. സ്വയം ബാഹ്യമായിരിക്കുന്ന ജഗത് ബോധത്തിലേക്കോ ബാഹ്യപ്രജ്ഞയിലേക്കോ വരുന്നില്ല. ആരെങ്കിലും ഇങ്ങനെ തട്ടി ഉണർത്തി കഴിഞ്ഞാൽ അറിയുന്നു. അതുകൊണ്ട് അന്യനാൽ അറിയപ്പെട്ട് അറിയുന്നു. ഇതാണ് വരിയാന്റെ ഒന്നാമത്തെ ലക്ഷണം. അടുത്ത ലക്ഷണം നോക്കൂ. സ്വയമേവ ന വേത്തി. സ്വയം ഒരിക്കലും അറിയുന്നില്ല. സവരീയാൻ, അവിടുന്ന് ബ്രഹ്മവിത്ത് വരിയാനാകുന്നു. അയം സദാ ബ്രഹ്മനിർവാണമശ്നുതേ. ഈ ബ്രഹ്മവിത്ത് വരിയാനാകട്ടെ സദാ ബ്രഹ്മനിർവാണത്തെ അനുഭവിക്കുന്നു. അപ്പൊ എന്താണ് ശ്ലോകത്തിന്റെ താല്പര്യം? യാതൊരു ജീവൻ മുക്തൻ അന്യനാൽ അറിയിക്കപ്പെട്ട് അറിയുന്നുവോ, സ്വയമേവ അറിയുന്നില്ലയോ, ആ ജീവൻ മുക്തനെ ബ്രഹ്മവിത്ത് വരിയാൻ എന്ന് പറയുന്നു. ബ്രഹ്മവിത്ത് വരിയാൻ എപ്പോഴും ബ്രഹ്മനിർവാണത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ബ്രഹ്മവിത്ത് വരിയാന്റെ ലക്ഷണം. അപ്പൊ ഈ ലക്ഷണത്തില് 2 പോയിന്റുകളാണ് നമ്മൾ മുഖ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അന്യേന വേദിതഃ വേത്തി, മറ്റുള്ളവരാൽ അറിയിക്കപ്പെട്ട് അറിയുന്നു. 2, സ്വയമേവ ന വേത്തി, സ്വയം അറിയുന്നില്ല. ഇതാണ് 2 ലക്ഷണങ്ങൾ. പക്ഷെ ഈ 2 ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ മനനം ചെയ്യാൻ തുടങ്ങിയാൽ ചില സംശയങ്ങളല്ല, മനനത്തിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉത്പന്നമാകും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അന്യേന വേദിതഃ വേത്തി. മറ്റുള്ളവരാൽ അറിയിക്കപ്പെട്ടാൽ അറിയുന്നു എന്ന് പറയുമ്പോൾ ഒരു ജീവൻ മുക്തൻ ഏകത്വത്തെ പരിപൂർണമായും സാക്ഷാത്കരിച്ച മഹാത്മാവാണ്. ജീവൻ മുക്തന്റെ ദൃഷ്ടിയിൽ ഇവിടെ ഭിന്നതകളില്ല, നാനാത്വമില്ല, ഏകത്വം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏകത്വ ദൃക്കായിരിക്കുന്ന ജീവൻ മുക്തൻ എങ്ങനെയാണ് അന്യനെ കാണുന്നത്? അന്യേന എന്ന് പറഞ്ഞ വാക്ക് മറ്റുള്ളവനാൽ എന്നാണ് അർത്ഥം. തൃതീയ വിഭക്തി അന്യേന. അപ്പൊ അങ്ങനെയുള്ള ജീവൻ മുക്തൻ, ഏകത്വത്തെ സാക്ഷാത്കരിച്ച ജീവൻ മുക്തനെ സംബന്ധിച്ച് ഇവിടെ അന്യനോ തന്നിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നുമില്ല. അപ്പൊ തന്നെ ഉണർത്താൻ, തന്റെ ബാഹ്യപ്രജ്ഞയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ഒരു മറ്റുള്ളവൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ജീവൻ മുക്തന്റെ ദൃഷ്ടിയിൽ ഭിന്നതകളില്ലേ, വൈവിധ്യങ്ങളില്ലേ? പിന്നെ എങ്ങനെ അദ്ദേഹത്തെ ഏകത്വ ദൃക്ക്, ഏകത്വത്തെ മാത്രം കാണുന്നയാളെന്ന് പറയാൻ സാധിക്കും? ഇതൊരു വളരെ ലഘുവായ സംശയമാണ്. നമ്മൾ മനനത്തിന് വേണ്ടി ബോധപൂർവ്വം ഉന്നയിക്കുകയാണ്. വാസ്തവത്തിൽ ആ ശ്ലോകത്തിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. എങ്കിലും നമുക്ക് മനനം ചെയ്ത്, കാരണം ഒരു ശ്ലോകത്തെ നമ്മൾ മനനം ചെയ്യേണ്ട രീതി അതിൻ്റെ ഒരു പൂർവപക്ഷത്തെ കൊണ്ടുവരണം. പൂർവപക്ഷത്തെ കൊണ്ടുവന്നിട്ട് മനനം ചെയ്ത് സിദ്ധാന്തത്തെ ഉറപ്പിക്കണം. ഇതാണ് സാമ്പ്രദായികമായ ശൈലി. ഉദാഹരണത്തിന് ഒരു ശ്ലോകം നമുക്ക് കിട്ടി. ആ ശ്ലോകം കിട്ടിക്കഴിഞ്ഞാൽ ആ ശ്ലോകത്തിൽ പറയുന്നു അന്യേന വേദിതഃ വേത്തി. ഇതാണ് ആശയം. ഉടനെ നമ്മൾ പൂർവപക്ഷം കൊണ്ടുവരുന്നു. എങ്ങനെയാണ് ജീവൻ മുക്തന് അന്യനെ കാണാൻ കഴിയുന്നത്? വൈവിധ്യങ്ങളെ ദർശിക്കുന്നവൻ ഏകത്വ ദൃഷ്ടാവല്ലല്ലോ എന്നൊരു സംശയത്തിന് വേണ്ടിയിട്ട്, ഒരു മനനത്തിന് വേണ്ടി ഒരു പൂർവപക്ഷത്തെ കൊണ്ടുവരും. എന്നിട്ട് ആ പൂർവപക്ഷത്തെ നമ്മൾ അതിന് സമാധാനം കൊടുക്കുന്നു, ഉത്തരം കൊടുക്കുന്നു. ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട്
ജീവൻ മുക്തൻ ഏകത്വ ദൃക്ക് തന്നെയാണ്. ഇവിടെ അന്യനാൽ പറയപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതാണ് എന്ന് പറഞ്ഞ ആ പൂർവപക്ഷത്തിന് സമാധാനം കൊടുത്ത് സിദ്ധാന്തത്തെ ഉറപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ രീതി. ശ്ലോകങ്ങളെ, കൃതികളെ പഠിച്ച് മനനം ചെയ്യുവാനുള്ള രീതിയാണ്. അപ്പൊ ആ രീതി അവലംബിച്ചുകൊണ്ട് രണ്ട് പ്രകാരത്തിലുള്ള ഒരു പൂർവപക്ഷം നമ്മൾ മുമ്പിൽ വെക്കാണ്. ഒന്ന്, ഏകത്വ ദൃക്കായ ജീവൻ മുക്തന് അന്യനാൽ അറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അന്യനെ കാണാൻ കഴിയുന്നത്? അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ കഴിഞ്ഞ ബ്രഹ്മവിത്ത് വരന്റെ ലക്ഷണത്തിലും അതിനു മുമ്പുള്ള ലക്ഷണത്തിലും വിസ്തരിച്ച് പറഞ്ഞതാണ്. ജീവൻ മുക്തൻ ഈ ലോകത്തെ കാണുന്നുണ്ട്. എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ യാതൊരു വൈവിധ്യങ്ങളുമില്ലാതെ, യാതൊരു ഭിന്നതകളുമില്ലാതെ ഒരു പ്യുവർ കോൺഷ്യസിനെ മാത്രമാണോ കണ്ണു തുറന്നാൽ ജീവൻ മുക്തൻ കാണുന്നത്? അവിടുന്ന് യാതൊരു ഭിന്നതകളെയും കാണുന്നില്ലേ? നമ്മൾ പറഞ്ഞൊരു പോയിന്റ് വീണ്ടും ആവർത്തിക്കാം. ഒരിക്കലും ഒരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞതാണ്, ജീവൻ മുക്തന്മാരായിരിക്കുന്ന മഹാത്മാക്കൾ അവര് ഈ ലോകത്തെ കാണുന്ന രീതി വേറെയാണ്. അവർ കാണുന്ന ഡൈമെൻഷൻസ് എല്ലാം വേറെയാണ്. നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ അല്ല അവർ കാണുന്നത്. അവർ വേറെ ഏതോ രീതിയിൽ കാണുന്നു എന്ന് പറഞ്ഞു. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. ജീവൻ മുക്തനും അല്ലെങ്കിൽ സാധാരണ മനുഷ്യനും എല്ലാവരും ഈ ലോകത്തെ കാണുന്നത് ഒരേപോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞ കാര്യം, ജ്ഞാന അവിരുദ്ധ ഭാവത്തിലാണ് ഒരു ജീവൻ മുക്തനും മനുഷ്യനും എല്ലാം കാണുന്നത്. നമ്മൾ ഈ ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്? ജ്ഞാന അവിരുദ്ധ ഭാവത്തിൽ. ജ്ഞാന അവിരുദ്ധ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ ജ്ഞാനം എങ്ങനെയാണോ ആ ജ്ഞാനത്തോട് ചേർന്ന ഭാവം, ആ ജ്ഞാനത്തിന് വിരുദ്ധമായ രീതിയിലല്ല നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മളൊരു വൃക്ഷത്തെ കാണുന്നു. വൃക്ഷത്തെ കാണുമ്പോൾ ആ വൃക്ഷം എന്താണോ ആ ജ്ഞാനത്തോട് കൂടി തന്നെയാണ് ആ വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. ഒരു ആൽമരം കണ്ടു കഴിഞ്ഞാൽ അത് മാവാണ് നമുക്ക് തോന്നില്ല, അത് പ്ലാവാണെന്ന് തോന്നില്ല. ആൽമരത്തിന്റെ ജ്ഞാനത്തോട് കൂടി തന്നെ ഇത് ആൽമരമാണ് എന്ന ജ്ഞാനത്തോട് കൂടി തന്നെ നമ്മൾ ആൽമരത്തെ കാണുന്നു. ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് മറ്റു വ്യക്തിയായിട്ട് തോന്നില്ല. ആ വ്യക്തി ആരാണോ, ആ വ്യക്തി എങ്ങനെയാണോ ആ ജ്ഞാനത്തോട് കൂടി തന്നെയാണ് ആ വ്യക്തിയെ കാണുന്നത്. ഇതിനെയാണ് ജ്ഞാന അവിരുദ്ധ ദൃഷ്ടി എന്ന് പറയുന്നത്. ജ്ഞാനത്തിന് ഒന്നിന്റെ ജ്ഞാനത്തിന് വിരുദ്ധമല്ലാത്ത ദൃഷ്ടി. ഈ ജ്ഞാന അവിരുദ്ധ ദൃഷ്ടിയോടുകൂടിയാണ് എല്ലാ മനുഷ്യരും ഈ ലോകത്തെ കാണുന്നത്. ഇതേപോലെ തന്നെയാണ് ജീവൻ മുക്തനും കാണുന്നത്, ജ്ഞാന അവിരുദ്ധ ദൃഷ്ടിയോടുകൂടി. ജീവൻ മുക്തൻ, ഇപ്പൊ നമ്മളൊരാള് ഒരു ജീവൻ മുക്ത മഹാത്മാവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ വേറെന്തോ രൂപത്തിലും ഭാവത്തിലും അവിടുന്ന് കാണുന്നില്ല. മറിച്ച് നമ്മൾ എങ്ങനെയാണോ എന്താണോ അതേപോലെ തന്നെ കാണും. പക്ഷെ എന്താണ് വിശേഷത, എന്താണ് പ്രത്യേകത? പ്രത്യേകത ഇത് മാത്രമാണ്, പശ്യന്നഭി ബാധിതത്വാത്ത് പരമാർത്ഥതഹന പശ്യതി. ഇതാണ് ഭേദം. കാണുന്നുണ്ടെങ്കിൽ പോലും ബാധിതമാക്കിയതിനാൽ പരമാർത്ഥത്തിൽ ജീവൻ മുക്തൻ ഭിന്നതകളെ കാണുന്നില്ല. കാണുന്നുണ്ടെങ്കിൽ കൂടിയും, പശ്യന്നഭി എന്ന് പറഞ്ഞാൽ ഈ വൈവിധ്യത്തെ കാണുന്നുണ്ടെങ്കിൽ കൂടിയും ഈ വൈവിധ്യങ്ങളെല്ലാം ബാധിതമാക്കിയതിനാൽ പരമാർത്ഥതഹന പശ്യതി, പാരമാർത്ഥികമായിട്ട് വൈവിധ്യങ്ങളെ കാണുന്നേയില്ല. ബാധിതമാക്കുക എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ചർച്ച ചെയ്താണ്. എന്താണ് ബാധിതമാക്കുക? ഒരു വസ്തുവിന്റെ സത്യത്വം, അസ്തിത്വം അത് സ്വാഭാവികമല്ല, മറിച്ച് ആഗന്തുകമാണ് എന്ന് നിശ്ചയിക്കലാണ് ബാധിതമാക്കുക. ഇപ്പോ നല്ല ചൂടുവെള്ളം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. ചൂടുവെള്ളം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ സ്വാഭാവികതയല്ല ഉഷ്ണം, മറിച്ച് വെള്ളത്തിലേക്ക് ഉഷ്ണം ആഗന്തുകമായി വന്നു ചേർന്നിരിക്കുന്നതാണ്. അതേപോലെ ഈ കാണപ്പെടുന്ന ജഗത്ത്, ഈ ജഗത്തിൽ ഒരു അസ്തിത്വമുണ്ട്, ഒരു ചൈതന്യമുണ്ട്, ജഗത്ത് സത്താപാനെ നമുക്ക് അനുഭവപ്പെടുന്നു. ഈ ഗുണങ്ങളെല്ലാം ജഗത്തിന്റെ സ്വാഭാവികതയല്ല, മറിച്ച് ആഗന്തുകമാണ്. ആഗന്തുകം എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നിരിക്കുന്നു. അപ്പൊ ജഗത്തിൽ കാണുന്ന സത്തയെ അത് ആഗന്തുകമാണ് നിശ്ചയിച്ച ഒരവസ്ഥയാണ് ബാധിതമാക്കുക എന്ന് പറഞ്ഞത്. അധിഷ്ഠാനത്തെ കണ്ടതിൽ ആരോപിതമായിരിക്കുന്ന ഒന്ന്, അതിന്റെ അസ്തിത്വം അധിഷ്ഠാനത്തിന്റെ അസ്തിത്വമാണ്. ഈ പറഞ്ഞതിന്റെ അസ്തിത്വം എല്ലാം എന്ന് നിശ്ചയിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഉദാഹരണം, പാമ്പ്. രാത്രികാലങ്ങളിൽ കയറിൽ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് എന്നുള്ളത് നമ്മുടെ ബോധമണ്ഡലത്തിൽ സത്യമായി അനുഭവപ്പെട്ട കാര്യമാണ്. പക്ഷെ ആ സത്യം, കയറെന്ന് പറയുന്ന യഥാർത്ഥ സത്യത്തിൽ നിന്നാണ് ആ സത്യം വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടിരിക്കുന്ന സത്യം എന്താണ്?
കയറെന്ന് പറയുന്ന സത്യമാണ്. ആ കയറെന്ന് പറയുന്ന സത്യം പാമ്പിലേക്ക് ആഗന്തുകമായി വന്നു. അതുകൊണ്ട് പാമ്പുള്ളതായിട്ട് തോന്നി. ഈ ജഗത്ത് സത്താവാനായിരിക്കുന്നത് ജഗത്തിന്റെ പുറകിൽ സത്ത സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മമുള്ളത് കൊണ്ടാണ്. ഇപ്പൊ സാധാരണ ജനങ്ങൾ ഈ ജഗത്തിന്റെ സത്യത്വത്തെ സ്വാഭാവികമായിട്ട് കാണുന്നു. ജഗത്ത് സ്വാഭാവികമായിട്ടും സ്വതവേ സത്യമുള്ളതാണെന്ന് കാണുന്നു. ഗുരുദേവൻ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ പറയുന്നില്ല, ഒരു മൺകുടത്തിന്റെ സത്യത്വം അത് മണ്ണുള്ളത് കൊണ്ടാണ്. മണ്ണിനെ മാറ്റിവെച്ച് മൺകുടത്തിന് യാതൊരു സത്യത്വവും ഇല്ല. അപ്പോ സത്യത്വം ആഗന്തുകമാണ്, സ്വാഭാവികമല്ല എന്ന് നിശ്ചയിക്കുന്ന അവസ്ഥയാണ് ബാധിതമാക്കുക. അങ്ങനെ ബാധിതമാക്കി കഴിഞ്ഞാൽ പശ്യന്നപി ന പശ്യതി, കാണുന്നുണ്ടെങ്കിൽ കൂടി വൈവിധ്യങ്ങളെ കാണുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മനനത്തിന്റെ ഉത്തരം. എന്തുകൊണ്ട് ജീവൻ മുക്തൻ ഭിന്നതകളെ കാണുന്നു? അന്യേന വേദിത വേദി എന്ന് പറയുമ്പോൾ ഭിന്നതകളെ കാണുന്നില്ലേ? ഉണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ന പശ്യതി, ബാധിതത്വാത്. എന്താണ് ഹേതു? ബാധിതത്വാത്, ബാധിതമാക്കിയതിനാൽ. ഇതാണ് ഒന്നാമത്തെ പോയിന്റിന്റെ, ഒന്നാമത്തെ മനനത്തിന്റെ ഉത്തരം. ഈ രണ്ടാമത്തെ കാര്യം നമുക്ക് സ്വയമേവ ന വേത്തി. ബ്രഹ്മവിദ് വരിയാന്റെ ഒരു ലക്ഷണം പറയുകയാണ് ഗുരുദേവൻ. സ്വയമേവ ന വേത്തി, സ്വയം അറിയുന്നില്ല. ഇത് വളരെ രസകരമായ ഒരു ലക്ഷണമാണ്. കാരണം സ്വരൂപത്തെ സാക്ഷാത്കരിച്ച മഹാത്മാക്കളാണ് ജീവൻ മുക്തന്മാർ. സ്വരൂപം എന്ന് ഇവിടെ സ്വയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വയം എന്ന വാക്കിന്റെ അർത്ഥം സ്വരൂപം എന്നാണ്, നമ്മുടെ യഥാർത്ഥ സ്വരൂപം. ആ യഥാർത്ഥ സ്വരൂപത്തെ സാക്ഷാത്കരിച്ച് കഴിഞ്ഞൊരു ജീവൻ മുക്തന് തന്നെ കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ എന്തൊരു വിരോധമാണത്? വിരോധാഭാസമല്ലേ? നമുക്ക് നമ്മൾ സാധാരണ ലോകർക്ക് പോലും നമ്മളെ കുറിച്ച് അറിയാം. ഞാൻ ആരും ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഞാൻ ഇന്നയാളാണെന്ന്. അപ്പൊ സ്വയമേവന വ്യക്തി, സ്വയം പോലും അറിയാൻ കഴിയാത്ത ഒരാളെ എങ്ങനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ സ്വയമേവന വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യം വീണ്ടും പറയാം. ധർമാധ്യാസം സംഭവിച്ച് വൃത്തിയെ അഹമായി കാണാത്തയാളാണ് ജീവൻ മുക്തൻ. അപ്പൊ ധർമാധ്യാസം സംഭവിച്ച് വൃത്തികളെ അഹം എന്ന നിലയ്ക്ക് കാണുന്നില്ല എന്നതിനെ ബോധിപ്പിക്കുവാനാണ് സ്വയമേവ ന വേത്തി എന്നുള്ള പ്രയോഗം നടത്തിയത്. അപ്പൊ നമ്മൾ ഈ ആശയം സ്പഷ്ടീകരിക്കുമ്പോൾ മനസ്സിലാകും. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്രകാരം മനസ്സിലാക്കുക. ധർമാധ്യാസം സംഭവിച്ച് വൃത്തികളെ അഹം രൂപത്തിൽ അറിയുന്നില്ല. ഇതിനെയാണ് സ്വയമേവ ന വേത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ധർമാധ്യാസം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ധർമാധ്യാസം എന്നത് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ വൃത്തികളെ കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വൃത്തികളെ കുറിച്ച് യോഗ ദർശനത്തിൽ വിസ്തരിച്ച് പഠിക്കുക. നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ തന്നെ അന്ധകരണ വൃത്തികളുണ്ട്. വൃത്തികൾ ഇങ്ങനെ ചിന്താ തരംഗങ്ങൾ ഇങ്ങനെ ഉദയം ചെയ്യുന്നു, അസ്തമിക്കുന്നു, ഉദയം ചെയ്യുന്നു, അസ്തമിക്കുന്നു. അപ്പൊ ഈ വൃത്തികളെല്ലാം കാരണം എന്ന് പറയുന്നത് 3 ഗുണങ്ങളാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങൾ വളരെ സൂക്ഷ്മമാണ്. ഈ സൂക്ഷ്മമായിരിക്കുന്ന 3 ഗുണങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ, അന്ധകരണത്തിൽ അതിനൊരു പ്രകടിത ഭാവം കൈക്കൊള്ളുന്നത് വൃത്തികളുടെ രൂപത്തിലാണ്. നമ്മുടെ മനസ്സിലെല്ലാം വൃത്തികൾ ഉത്പന്നമാകുന്നുണ്ട്. ഈ വൃത്തികളുടെ ബേസിക് അടിസ്ഥാനം എന്താണ്? ഈ 3 ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങൾ എപ്പോഴും പരസ്പരം അതിങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിന്റെ റേഷ്യോ ഇപ്പൊ 100% കറക്റ്റ് 33 പോയിന്റ് ഇത്ര, 33 പോയിന്റ് ഇത്ര, 33 പോയിന്റ് ഇത്ര എന്ന രീതിയിൽ തുല്യമായിട്ട് നമ്മൾ ഗുണങ്ങളെ വിഭജിച്ചു കഴിഞ്ഞാൽ അതിനെ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന് പറയുന്നു. പ്രകൃതി ലയാവസ്ഥ. സാമ്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു ചലനവും ഉണ്ടാവില്ല. പരിപൂർണമായിട്ടും ലയാവസ്ഥയാണ്. അതിന് വളരെ നേരിയ തോതിലുള്ള ഒരു ചലനം വരുമ്പോൾ, ഇതിന്റെ തുല്യ നിലക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുന്ന സമയത്താണ് അതിനെ വൈഷമ്യാവസ്ഥ എന്ന് പറയുന്നത്. വൈഷമ്യം, വിഷമം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിഷമം. സമമാണ്. സമമായിരിക്കുന്ന അവസ്ഥ വിഘടിക്കുക. ഇപ്പോ ഇകാരത്തിന് ശേഷം സകാരം വന്നാൽ ആ സകാരം ഷകാരമാകും. വിഷത്തിന്റെ ഷകാരം. ഇപ്പൊ വി എന്ന് പറയുന്നതിൽ അവസാനം ഇകാരമാണ്. വാക്ക് ഒരു വള്ളി ഉണ്ടല്ലോ, വി. ആ ഈക്ക് ശേഷം സ വന്നത് കൊണ്ടാണ് ഷ ആയിട്ട് മാറുന്നത്. വിഷമം. ആ വിഷമത്തിൽ അണുപ്രത്യയം ചേർത്താൽ വൈഷമ്യമായി. അപ്പൊ വൈഷമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യ നിലയിൽ മാറ്റം വരിക.
തുല്യ നിലയിലേക്ക് വരുന്നതിനെ സാമ്യാവസ്ഥ എന്ന് പറയുന്നു. ഗുണങ്ങളുടെ തുല്യനില. ആ തുല്യനിലയിൽ യാതൊരു സൃഷ്ടിയുമില്ല, പരിപൂർണ ലയാവസ്ഥയാണ്. ചെറിയ രീതിയിൽ മാറ്റം വരുമ്പോൾ അതിനെ വൈഷമ്യാവസ്ഥ എന്ന് പറയും. ഈ വൈഷമ്യാവസ്ഥയിലാണ് ഗുണങ്ങൾ ചെറിയ രീതിയിലൊന്ന് ചെറുതായ രീതിയിൽ മാറ്റം വരുമ്പോൾ ആ വൈഷമ്യാവസ്ഥയിൽ നിന്നുമാണ് ഈ കാണപ്പെടുന്ന സൃഷ്ടി ഉണ്ടാകുന്നത്. ഇപ്പൊ മേലായ മൂലമതിയിൽ ആലാവൃതം, മേലായ മൂലമതിയാൽ ആവൃതം ജനനി നീ ലാസ്യമാടി വിടുമി എന്ന ശ്ലോകമുണ്ട്. അപ്പൊ ഈ ലാസ്യ നൃത്തം എന്ന് പറയുന്നത് ഈ 3 ഗുണങ്ങൾ സത്വം, രജസ്, തമസ് എന്നിവയുടെ തുല്യനില, അത് തുല്യനില ബ്രേക്കായിട്ട് അവിടെ ഒരു ഇളക്കം വരുന്നു. ഈ ഇളക്കത്തെയാണ് ലാസ്യ നൃത്തം എന്ന് പറയുന്നത്. അപ്പൊ ആ ഇളക്കത്തിലൂടെയാണ് കീലാല വായുനല കോലാഹലം ഭുവനം, ഈ കാണപ്പെടുന്ന പഞ്ചഭൂതാത്മകമായ ഭുവനം, കോലാഹലാത്മകമായ ഭുവനം, ഈ പൊടിപടലങ്ങളെല്ലാം ഉണ്ടാകുന്നത് ആ ഒരു ബേസിക് ഇളക്കത്തിൽ നിന്നുമാണ്. അതിനുശേഷം എല്ലാവരുടെ ഉള്ളിലും എല്ലാറ്റിലും ഈ 3 ഗുണങ്ങൾ വ്യത്യസ്തമായ അനുപാതത്തിൽ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചിന്തിച്ച കാര്യം, ഒരു വ്യക്തി, ആ വ്യക്തി ഏറ്റവും മോശക്കാരനാണ് നമ്മൾ കരുതുന്നു, ഏറ്റവും ക്രൂരനാണ്, ഏറ്റവും മോശക്കാരനാണ് എന്ന് കരുതുന്ന വ്യക്തിയുടെ അന്തःകരണത്തിൽ പോലും എന്താണ്, സത്വഗുണത്തിന്റെ നേരിയ ഒരു മാത്രയുണ്ട്. അങ്ങനെ ഒരു അന്തഃകരണം ഈ ലോകത്തിലില്ല, 3 ഗുണങ്ങളും ഇല്ലാത്തത്. 2 ഗുണം മാത്രമേ ഉള്ളൂ, രജസും തമസും മാത്രമേ ഉള്ളൂ, സത്വമില്ല. അല്ലെങ്കിൽ സത്വവും രജസും മാത്രമേ ഉള്ളൂ, തമസില്ല എന്ന് പറയുന്ന ഗുണവ്യവസ്ഥിതിയില്ല. എല്ലാവരുടെ ഉള്ളിലും, എല്ലാ പ്രാണികളുടെ അന്തഃകരണത്തിലും ഈ 3 ഗുണങ്ങൾ അനുനിമിഷം മാറി മറിഞ്ഞു കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ക്രൂരനാണ്, ഏറ്റവും മോശക്കാരനാണ് എന്ന് തോന്നുന്ന ആളുടെ ഉള്ളിൽ പോലും എന്ത്, സാത്വികമായ വൃത്തി, സാത്വികമായ ഗുണം വളരെ നേരിയ രീതിയിൽ ഉണ്ടായിരിക്കും. അതിനെ ക്രമേണ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഇവിടെ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. ഒരു വ്യക്തിയും ജീവിതത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ അയോഗ്യനാണെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്, ആ ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ ആവശ്യമായ ഗുണഘടന എല്ലാ വ്യക്തികളിലും നൈസർഗികമായി തന്നെയുണ്ട്, സ്വാഭാവികമായി തന്നെയുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ച കാര്യമാണ്, നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളെ, ഒരു വ്യക്തിയെ നമുക്ക് പരിവർത്തനപ്പെടുത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. ആ വ്യക്തിയെ നേരായ വഴിയിൽ കൊണ്ടുപോകണം, ശ്രേഷ്ഠമായ വഴിയിൽ കൊണ്ടുപോകണം. പക്ഷെ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ രീതി, വ്യവഹാരം വളരെ കഠിനമാണ്. നമ്മൾ എന്ത് ചെയ്യണം, ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സുപ്തമായിരിക്കുന്ന, മീൻസ് ഉറങ്ങിക്കെടുക്കുന്ന ഒരു ചിങ്കാരി പോലെ, ചിങ്കാരി എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു കനൽ, നേരിയ കനൽ പോലെ, ഒരു തീപ്പൊരി പോലെ ഉറങ്ങിക്കെടുക്കുന്ന ആ സത്വഗുണത്തെ, സാത്വിക ഗുണത്തെ ക്രമേണ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് ഉയരും. കാരണം സാത്വികമായിരിക്കുന്ന ഗുണമില്ലാത്ത ഒരു വ്യക്തിയുമില്ല, അതിന്റെ റേഷ്യോ അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്രകാരം ഗുണങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഗുണങ്ങളുടെ അനുപാതത്തിനനുസരിച്ച് അന്തഃകരണത്തിൽ വൃത്തികൾ പ്രകടമാകുന്നു, മനോവൃത്തികൾ ഉണ്ടാകുന്നു. ഈ മനോവൃത്തികളോട് നമ്മൾ അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുന്നു. ഏതൊരു മനോവൃത്തിയാണോ എനിക്ക് സുഖത്തെ നൽകുന്നത്, സമാധാനത്തെ നൽകുന്നത്, ആ മനോവൃത്തികളോട് നമ്മൾ അനുകൂലമായി പ്രതികരിക്കുന്നു. ആ വൃത്തികൾ എൻ്റെ ഉള്ളിൽ ദീർഘനേരം നിലനിൽക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നു. ഏതൊരു വൃത്തിയാണോ നമുക്ക് ദുഃഖത്തെ, അസ്വസ്ഥതയെ തരുന്നത്, ആ വൃത്തികളോട് നമ്മൾ പ്രതികൂലമായി പ്രതികരിക്കുന്നു. ആ വൃത്തികളെ മനസ്സിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി പ്രതികരിക്കുന്നു. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ അനുകൂലമായ വൃത്തികളെ ഉത്പന്നമാക്കുകയാണ്, സുഖകരമായ വൃത്തികൾ ഉത്പന്നമാക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വ്യക്തിയുടെ സാന്നിധ്യം നമ്മുടെ അടുത്ത് കൂടുതൽ നേരം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇനി ഇതേ വ്യക്തി തന്നെ, ഏതൊരു വ്യക്തിയുടെ സാന്നിധ്യമാണോ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ നേരം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതേ വ്യക്തി തന്നെ നമുക്ക് ദുഃഖത്തെ നൽകുകയാണെങ്കിലോ നമ്മുടെ ഉള്ളിൽ പ്രതികൂലമായ വൃത്തികൾ ഉദയം ചെയ്യും. ആ പ്രതികൂലമായ വൃത്തികൾ ഉദയം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ വൃത്തികളെ മാറ്റാൻ വേണ്ടി ആക്ച്വലി ആ വ്യക്തി നമ്മളിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഏതൊരു വ്യക്തിയും നമുക്ക് അനുകൂലവുമാകാം, പ്രതികൂലവുമാകാം. ഇപ്രകാരമാണ് വൃത്തികളോട് നമ്മൾ പ്രതികരിക്കുന്നത്. ഇനി നോക്കൂ, ഈ വൃത്തികളോട് നമ്മൾ പ്രതികരിക്കുന്ന മറ്റൊരു ഭാവമുണ്ട്. ആ ഭാവത്തെയാണ് ധർമാധ്യാസം എന്ന് പറയുന്നത്. എന്താണ് ധർമാധ്യാസം? ധർമ്മ അധ്യാസം, ഇതിനെയാണ് ധർമാധ്യാസം എന്ന് ചേർത്ത് പറയുന്നത്. ഒരു വസ്തുവിന്റെ ഗുണം മറ്റൊരു വസ്തുവിന് കൊടുക്കുന്നു, മറ്റൊരു വസ്തുവിന്റെ ഗുണം ഈ വസ്തുവും വാങ്ങിക്കുന്നു. ഉദാഹരണമായി നമ്മൾ പറഞ്ഞത് ഒരു ഇരുമ്പ് ഗോളത്തിന്റെ കാര്യമാണ്.
ഇരുമ്പ് ഗോളം ഒരു തീയിലിട്ട് നമ്മൾ പഴുപ്പിക്കുന്നു, നന്നായിട്ട് പഴുപ്പിക്കുന്നു. പഴുപ്പിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് ഗോളത്തിന് ആരുടെ ഗുണം കിട്ടി? തീയുടെ ഗുണം കിട്ടി, അഗ്നിയുടെ ഗുണം കിട്ടി. ഇരുമ്പ് ഗോളത്തിന് സ്വാഭാവികമായിട്ടും ഉഷ്ണമില്ല, ഇരുമ്പ് ഗോളത്തിന് നിറമില്ല, മറ്റ് ഒന്നിനെ പൊള്ളിക്കാനുള്ള കഴിവില്ല, പ്രകാശവുമില്ല. പക്ഷെ ആ ഇരുമ്പ് ഗോളം ഇപ്പോൾ മറ്റൊന്നിനെ പൊള്ളിക്കാനുള്ള കഴിവ് നേടിയിരിക്കുന്നു. ആ ഇരുമ്പ് ഗോളത്തിന് നല്ല ഉഷ്ണമുണ്ട്, ആ ഇരുമ്പ് ഗോളത്തിന് പ്രകാശമുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടുന്ന് കിട്ടി? അഗ്നിയും ഇരുമ്പ് ഗോളവും തമ്മിൽ ചേർന്ന് വന്നപ്പോൾ അഗ്നിയുടെ കുറെ ഗുണങ്ങൾ ഇരുമ്പ് ഗോളത്തിലേക്ക് അധ്യാസം ചെയ്യപ്പെട്ടു, ഇരുമ്പ് ഗോളത്തിന് കൊടുത്തു. ഇനി അഗ്നിയുടെ കാര്യം നോക്കൂ. അഗ്നിക്ക് ഭാരമുണ്ടോ? ഭാരമില്ല. ആകൃതിയുണ്ടോ? ആകൃതിയില്ല. പക്ഷെ അഗ്നി ഇപ്പോൾ ഭാരമുള്ളതായി കാണപ്പെടുന്നു, ഗോളാകൃതിയോടത്തതായിട്ട് കാണപ്പെടുന്നു. എന്തുകൊണ്ട്? കാരണം ഇരുമ്പ് ഗോളത്തിന്റെ ആ ഗോളാകൃതിയും ഭാരവും അഗ്നിയിലേക്കും അധ്യാസം ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തി. ഇതിനെയാണ് ധർമാധ്യാസം എന്ന് പറയുന്നത്. ഈ ധർമാധ്യാസം വൃത്തികളുടെ കാര്യത്തിലും നമുക്ക് സംഭവിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ മനസ്സിലാക്കി, 3 ഗുണങ്ങളുടെ വിനിമയത്തിന്റെ പരസ്പരമുള്ള ഏറ്റക്കുറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അന്തःകരണത്തിൽ വൃത്തികൾ പ്രകടമാകുന്നു എന്ന് മനസ്സിലാക്കി. ആ പ്രകടമാകുന്ന വൃത്തികളിൽ സുഖത്തെ പകരുന്ന വൃത്തിയുണ്ട്, ദുഃഖത്തെ പകരുന്ന വൃത്തിയുണ്ട്, ലോഭത്തെ പകരുന്ന വൃത്തിയുണ്ട്, കാമത്തെ, ക്രോധത്തെ എല്ലാം ഉണ്ടാക്കുന്ന വൃത്തികളുണ്ട്. അപ്പൊ ഈ വൃത്തികളും ഞാനാകുന്ന അഹം ഇവിടെ ഇരിക്കുന്നു, എന്റെ അന്തःകരണത്തിൽ വൃത്തികൾ ഉദയം ചെയ്യുന്നു. ഈ വൃത്തികളും അഹവും തമ്മിൽ ഒരു ധർമാധ്യാസം സംഭവിക്കുക. എങ്ങനെ സംഭവിക്കുന്നു? നേരത്തെ ഇരുമ്പും ആ അഗ്നിയും ഇരുമ്പുഗോളവും തമ്മിൽ ധർമാധ്യാസം സംഭവിച്ചതുപോലെ ഈ വൃത്തികളും ഞാനും തമ്മിൽ ഒരു ധർമാധ്യാസം സംഭവിക്കുന്നു. എങ്ങനെ സംഭവിക്കുന്നു? ആ വൃത്തികളിൽ അഹം അധ്യാസം ചെയ്യപ്പെടുന്നു, ഞാനാണ് ആ വൃത്തി എന്ന് തോന്നപ്പെടുന്നു. ഈ വൃത്തികളുടെ ഗുണം എന്നിലേക്കും അധ്യാസം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ദുഃഖകരമായ വൃത്തികൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന അനുഭവമുള്ളത്. എന്തുകൊണ്ട്? ആ ദുഃഖകരമായ വൃത്തികളിൽ ഞാനിനെ നമ്മൾ അധ്യാസം ചെയ്യുകയാണ്, അഹത്തെ നമ്മൾ കൊടുക്കുകയാണ്. ആ വൃത്തികളുടെ ദുഃഖത്തെ എന്നിലേക്കും കൊണ്ടുവരുന്നു. അപ്പൊ ഈ പരസ്പരമുള്ള അധ്യാസം കാരണം വൃത്തി സാപേക്ഷമായ ഒരു അഹംബോധത്തെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നോക്കൂ, നമ്മളെ കുറിച്ച് ഒരാൾ ചോദിക്കുന്നു, അവൻ നമ്മളെന്ത് പറയുന്നു? ഞാനിപ്പോൾ ദുഃഖിയാണ്, ഞാനിപ്പോൾ സുഖിയാണ്. അങ്ങനെ നമുക്ക് നമ്മെ കുറിച്ച് അനുഭവപ്പെടുന്ന അഹംബോധം എന്ന് പറയുന്നത് എന്ത് അഹംബോധമാണ്? വൃത്തി സാപേക്ഷമായ, വൃത്തിയോടുകൂടെ ചേർന്നിരിക്കുന്ന അഥവാ ധർമാധ്യാസം സംഭവിച്ച, ഞാൻ വൃത്തികളിൽ അധ്യസ്ഥമായിരിക്കുന്നു എന്ന ധർമാധ്യാസം സംഭവിച്ച അഹംബോധമാണ് നമ്മൾ ഓരോരുത്തർക്കും ഇപ്പൊ തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ ശാന്തനായിരിക്കുന്നു ഞാൻ, കുറച്ചു കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടുന്നു, കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്നേഹം വരുന്നു, കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് വിദ്വേഷം വരുന്നു. എങ്ങനെ നമ്മുടെ ഉള്ളിൽ ഈ വൃത്തികളുടെ മാറ്റത്തിനനുസരിച്ച് ഇത് ഞാനാണ് മാറുന്നത്. അപ്പൊ ഞാൻ മാറിക്കൊണ്ടിരിക്കുന്ന വൃത്തി സാപേക്ഷമായ ഒരു അഹമാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുകയാണ്. എന്തുകൊണ്ട്? ധർമാധ്യാസം. അപ്പൊ ഇങ്ങനെ ധർമാധ്യാസത്തിലൂടെയുള്ള അഹംബോധത്തെ അല്ല ജീവൻ മുക്തൻ അറിയുന്നത്. അതുകൊണ്ട് സ്വയമേവ ന വേത്തി എന്ന് പറയുമ്പോൾ, സ്വയം തന്നെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധർമാധ്യാസത്താൽ വൃത്തിസാപേക്ഷത്താൽ സംഭവിച്ച ഒരു അഹംബോധത്തെ ജീവൻ മുക്തൻ അറിയുന്നില്ല. നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് കുറേ നേരം ഇരിക്കുന്നു, ഉറങ്ങിപ്പോയി. ഒരാളെ നമ്മൾ തട്ടി ഉണർത്തി, ഇവിടെ നമ്മൾ കണ്ണു തുറന്ന് എഴുന്നേറ്റു, നമ്മൾ നമ്മളെക്കുറിച്ച് അറിഞ്ഞു. ആ അറിവ് എന്താണ്? വൃത്തിസാപേക്ഷമായ അഹംബോധത്തെയാണ് അറിഞ്ഞത്. ഞാൻ ഉണർന്നു എന്ന് പറയുന്ന ആ ഉണർവിന്റെ വൃത്തി, ആ വൃത്തി സാപേക്ഷമായ അഹത്തെയാണ് അറിയുന്നത്. പക്ഷെ ജീവൻ മുക്തൻ ഒരു വൃത്തികളോടും ബന്ധപ്പെട്ട്, ഒരു വൃത്തികളോടും താതാത്മ്യപ്പെട്ടുള്ള അഹംബോധത്തെയല്ല അറിയുന്നത്, മറിച്ച് തന്റെ സ്വരൂപത്തെ തന്നെയാണ് അറിയുന്നത്. ഇവിടെ സ്വയം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ധർമാധ്യാസം സംഭവിച്ച് വൃത്തിസാപേക്ഷമായ ഒരു അഹത്തെ ജീവൻ മുക്തൻ അറിയുന്നില്ല എന്ന് മനസ്സിലാക്കും. അപ്പൊ ഈ 2 ലക്ഷ്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുകയാണ്.